മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മധുര പലഹാരമാണ്. ബീറ്റ്റൂട്ടും സേമിയയും വെച്ചിട്ടുള്ള ഒരു ഹലുവയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം ആവാം. ഒരു 1/4 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര, ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു സാധനം നെയ്യാണ്. അതൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കത് ആവശ്യമായിട്ട് വരും. കുറച്ചായിട്ടാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് തൊലി ചെത്തിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചായ അരിപ്പയിലൊന്ന് ഊറ്റിയെടുക്കാം. അതിൻ്റെ ചണ്ടി ഒട്ടും പെടരുത്, അതിൻ്റെ തരി ഒട്ടും ഇല്ലാതെ വെറും വെള്ളം മാത്രമായിട്ട് വേണം ഇത് നമുക്ക് തയ്യാറാക്കാൻ. മുഴുവനായിട്ടും അത് അരിച്ചെടുത്ത ശേഷം വീണ്ടും അതിൻ്റെ ചണ്ടി ഒന്നും കൂടി നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി അടിച്ചെടുക്കണം. എന്നാലേ നമുക്കത് മുഴുവനായിട്ടും അതിൻ്റെ ജ്യൂസ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ അതുപോലെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്നും കൂടി ഒന്ന് അരിച്ച് നോക്കാം. ചെറിയ തോതിൽ വീണ്ടും അതിൻ്റെ തരികളൊക്കെ ഉണ്ടാകും. നമുക്ക് അതും കൂടി അരിച്ചെടുത്തതാണിത്. ഇതിപ്പോൾ നല്ല റെഡ് കളറാണ്. ലൈറ്റിൽ നമുക്കിത് കുറച്ച് ബ്ലാക്ക് കലർന്നിട്ടാണ് തോന്നുന്നത്, പക്ഷേ നല്ല ചുവപ്പ് കളറിലാണ് നമുക്കിതിൻ്റെ ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് ഇനി ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 or 4 ആവാം, നമ്മുടെ ഈ ജ്യൂസിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ട് നമുക്ക് ഇത് കണ്ടില്ല, ഇപ്പം റെഡ് കളറായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ലൈറ്റിൻ്റെ വേരിയേഷൻ കാരണമാണ് ഇതിങ്ങനെ കളർ ചേഞ്ചായിട്ട് തോന്നുന്നത്. ഇപ്പോൾ കലക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് ഈ നെയ്യിലും വറുത്തെടുക്കണം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കണുണ്ടല്ലോ, അതുപോലെ നമുക്കതൊന്ന് കളർ ചേഞ്ച് ആവണ വരെ വറുത്താൽ മതിയാവും. കരിയാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടത് വറുത്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൽ ബാക്കി വന്നിട്ടുള്ള ആ നെയ്യിലാണ് എടുത്തു വെച്ചിട്ടുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കേണ്ടത്. സേമിയ ചേർത്ത് കൊടുത്തു. ഒരു 5-10 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ വറുത്തെടുക്കണം. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത്. നമുക്ക് അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ അളവുകളും കൂട്ടി എടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാവണ വരെ നമ്മളത് വറുത്ത ശേഷം ഒരു 1/4 കപ്പ് സേമിയയ്ക്ക് ഒരു 1/2 കപ്പ് വെള്ളം എന്ന തോതിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് വെന്ത് കിട്ടണം സേമിയ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് തള വന്ന ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുള്ള ആ വെള്ളം കംപ്ലീറ്റ് വറ്റി കിട്ടണം. അതാണ് ഈ സേമിയയുടെ പാകം. അപ്പോൾ കളർ കണ്ടില്ലേ, ഇതിൻ്റെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം വറ്റണ വരെ വെച്ച് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഈ സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എടുത്തു വെച്ച പഞ്ചസാരയിൽ നിന്ന്. മധുരം നമുക്ക് അത്യാവശ്യം ഹൽവയ്ക്ക് മധുരം വേണം. അതിനാണ് 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചത്. അതിൽ നിന്നാണ് ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി അതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ കുറച്ച് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഇത് തണുത്തിട്ട് പാകത്തിന് വെള്ളമൊക്കെ വറ്റി കിട്ടും. ഇനി നമ്മൾ ബാക്കി വന്ന പഞ്ചസാര മുഴുവനായിട്ടും അതേ ഫ്രൈ പാനിലേക്ക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് അതൊന്ന് ഉരുകി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിൽ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ടല്ലോ, അത്
ഒട്ടും കട്ട കെട്ടാതെ അടിയിലിങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കി വേണം നമ്മൾ ഈ പഞ്ചസാര ലായനിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് കട്ടിയാക്കി എടുക്കണം. പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് അത് കട്ടിയാക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു കുത്ത് നമുക്ക് ഉണ്ടാവും. പെട്ടെന്ന് അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടണം. പതുക്കെ പതുക്കെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും, അടുക്കി പിടിക്കണ്ട. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, കട്ടിയായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് തന്നെ നമ്മളത് ചേർത്ത് കൊടുക്കണം. ഇത് ഏകദേശം ഒന്ന് കട്ടിയായി കിട്ടണ വരെ നമുക്ക് പല പ്രാവശ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3-4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഒന്നിച്ചൊഴിച്ചിട്ട് ഇളക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും അതിലേക്ക് ചേർത്ത് ഇളക്കിയ ശേഷം വേണം ബാക്കി വന്നതും കൂടി ചേർത്ത് കൊടുക്കാൻ. നെയ്യ് നമ്മൾ എത്രത്തോളം ചേർക്കണോ അത്രത്തോളം നമുക്കിതിന് ടേസ്റ്റാണ്. നമ്മൾ ഇത്ര അധികം നെയ്യ് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ ഒരു കുത്തുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഒട്ടും അനുഭവപ്പെടില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഹലുവ തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള സേമിയ അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സാക്കാം. നല്ല റെഡ് കളറിലാണ് നമുക്ക് ഈ ഹലുവ കിട്ടുക. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇളക്കി ഇതിൽ എല്ലാം മിക്സായി വന്ന ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും ഇത് ചേർത്ത് കൊടുത്താൽ. ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഞാനൊരു വേറെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂവി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വലിയൊരു പാത്രമാണെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അത്ര വലിയ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചെറിയൊരു ബൗളിലേക്കും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. സ്പൂണ് വെച്ചിട്ട് ഇനി ഇത് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് 2-3-4 മണിക്കൂർ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തണുത്ത് കിട്ടണം. ഇതുപോലെ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 4 പുറമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം വേണം വെക്കാൻ. അല്ലെങ്കിൽ ആ വക്കത്തൊക്കെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പം ഞാനൊരു 6-7 മണിക്കൂറിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതുപോലെ നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒട്ടാതെ കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെറുതെ കൊട്ടി കൊടുത്താൽ മതി. അപ്പോഴേക്കത് ഇളകി കിട്ടും. ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്ക്വയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഹലുവ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മൾ ആ സേമിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് രുചിയായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുറിച്ച് കഴിയുമ്പോൾ അത് കണ്ട് എത്ര സോഫ്റ്റായിട്ടാണ്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വായിലിടുമ്പോഴേക്ക് തന്നെ നമുക്കിത് അലിഞ്ഞു പോണ മാതിരി അത്രയും നമുക്കിത് സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.